ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ജോഗ്രഫി പാർട്ടില്, ജോഗ്രഫി നമുക്കറിയാലോ, ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിലും കേരള ജോഗ്രഫി ആണെങ്കിലും വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പരീക്ഷയ്ക്ക് 10th പ്രിലിംസിന്റെ സിലബസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് അല്ലെ ഈ ജോഗ്രഫിയുടെ ഭാഗങ്ങൾ. കേരള ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള നാളത്തെ പരീക്ഷയ്ക്ക് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചാൽ നാളത്തെ പരീക്ഷയെ നിങ്ങൾക്ക് അനായാസമായിട്ട് നേരിടാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അല്ലെ, ഡക്കാൻ പീഠഭൂമിയിൽ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡക്കാൻ പീഠഭൂമി അല്ലെ. ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി അല്ലെ. ആ ഡക്കാൻ പീഠഭൂമിയിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഏത് മണ്ണിനമാണ്? കറുത്ത മണ്ണ് അല്ലെ. റിഗർ മണ്ണ്, കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് ഈ ഒരു കറുത്ത മണ്ണ്. ഇതിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമിയിൽ തന്നെയാണ് അല്ലെ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത് മണ്ണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കൂടിയാണ് ഈ ഒരു കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏത് മണ്ണാണ്? കറുത്ത മണ്ണ്. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലോ, കേരളത്തില് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ മാത്രമാണ് ഈ ഒരു കറുത്ത മണ്ണിന്റെ സാന്നിധ്യവും അതേപോലെ തന്നെ പരുത്തി കൃഷിയും ഉള്ളത്. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡെക്കാൻ പീഠഭൂമി എന്ന് വെച്ചാൽ ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു പീഠഭൂമിയാണ്. ഓക്കെ, ഇനി എന്താണ് ചെങ്കൽ മണ്ണ്? എന്താണ് ചെങ്കൽ മണ്ണ്? ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് എന്നും കൂടെ അറിയപ്പെടുന്നു അല്ലെ. ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് എന്താണ്? ലാറ്ററൈറ്റ് മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എക്കൽ മണ്ണ് എന്താണ്? എക്കൽ മണ്ണ് നെൽകൃഷി, നെല്ല് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് എന്നാണ് അല്ലെ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏത് മണ്ണ്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി പലതവണ പലാവൃത്തി ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഗോദാവരി അല്ലെ. ഗോദാവരിയാണ് ഏറ്റവും വലിയ, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഏകദേശം 1465 കിലോമീറ്റർ നീളമാണ് ഗോദാവരി നദിക്ക് ഉള്ളത്. എത്രയാണ്? 1465 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നർമ്മദ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയ നദിയാണ് നർമ്മദ നദി. ഓക്കെ, പടിഞ്ഞാറോട്ട് ഉപദ്വീപീയ നദിയാണ് നർമ്മദ. അതില് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ, ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? നർമ്മദ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നീളം കൂടിയ നദിയാണ് ഗോദാവരി. തെറ്റിക്കില്ലല്ലോ. അടുത്ത ചോദ്യം, സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? നോക്കൂ, സാധാരണഗതിയില് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു ചുരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ചോദ്യ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ചുരങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം? ഏത് ചുരമാണത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണത്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്, ഷിപ്കില ചുരമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരവായിട്ട് വരുന്നത്. ഷിപ്കില ചുരമാണ്. ഇത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം കൂടിയാണ് ഷിപ്കില ചുരം. ഓക്കെ, ഷിപ്കില ചുരമാണ് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം. ഇത് ഹിമാചലിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി നാഥുല ചുരമോ? നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്.
ലിപ് അത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നു. ശ്രീനഗറിനെയും കാർഗിലിനെയും. മേ ബി ഇതുപോലെ ഏതെങ്കിലും ഒന്നിനെ ചോദിക്കാം, അല്ലെങ്കിൽ 4 എണ്ണം തന്നിട്ട് അല്ലെങ്കിൽ 5 എണ്ണം തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ തെറ്റേത് ശരിയേതെന്നായിരിക്കും. ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ചുരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം എന്തായാലും ഒന്ന് പഠിക്കണം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരമാണ്. ഇത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം എന്താണ്? ലഗൂണുകൾ എന്ന് പറയുന്നത്, ലഗൂണുകൾ അതായത് ദ്വീപുകളായിട്ടോ അതല്ല തീരങ്ങളായിട്ടോ വേർതിരിക്കപ്പെട്ട ആഴം കുറഞ്ഞ ഭാഗങ്ങളെ, കടലിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലഗൂണുകൾ എന്ന് പറയുന്നത്. ഈ ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? കുറെ പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. മലബാർ തീരമാണ്. മലബാർ തീരത്താണ് ലഗൂണുകൾ കൂടുതലായി കാണപ്പെടുന്നത്. ലഗൂണുകൾ കൂടുതലായി കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മലബാർ ആണ്. മലബാർ തീരപ്രദേശമാണ് കേട്ടോ, മലബാർ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ലഗൂണുകളാണ്. എന്താണ് ലഗൂണുകൾ എന്ന് പറയുന്നത്? ലഗൂണുകൾ ദ്വീപുകളായോ തീരങ്ങളായോ വേർതിരിക്കപ്പെട്ട ആഴം കുറഞ്ഞ കടൽ പരപ്പളവാണ് ലഗൂണുകൾ. ഓക്കെ, മലബാർ ആണ് ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഒന്ന് ആൻസർ ഒന്ന് ശരിയാക്കൂ. അടുത്തത്, സ്പീലിയോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്പീലിയോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എന്താണ് സ്പീലിയോളജി? എന്തിനെ കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി? സ്പീലിയോളജി എന്താണ്? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഗുഹകൾ അല്ലെ, കേവ്സ് അല്ലെങ്കിൽ ഗുഹകളെ കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി എന്ന് അറിയപ്പെടുന്നത്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. തടാകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ലിംനോളജി അല്ലെ. തടാകങ്ങളാണെന്നുണ്ടെങ്കിൽ ലിംനോളജി ആണ് തടാകങ്ങളെ കുറിച്ചുള്ള പഠനം. പർവ്വതങ്ങളാണെന്നുണ്ടെങ്കിൽ ഓറോളജി ആണ് നമ്മുടെ പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ. ചോദ്യം എന്തായിരുന്നു? സ്പീലിയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? സ്പീലിയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഗുഹകൾ അല്ലെങ്കിൽ കേവ്സിനെ കുറിച്ചുള്ള പഠനമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, കല്ലടയാറ് പതിക്കുന്ന കായൽ ഏതാണ്? കല്ലടയാറ് പതിക്കുന്ന കായൽ ഈ പറയുന്നതിൽ ഏതാണ് കല്ലടയാറ്? ഏത് കായലിലാണ് പതിക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? അഷ്ടമുടിക്കായൽ അല്ലെ. വിസ്തൃതിയുടെ കാര്യത്തില് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ഏത്? അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നത് അല്ലെ. അഷ്ടമുടിക്കായൽ വിസ്തൃതിയുടെ കാര്യത്തിൽ രണ്ടാമത്തെ കായലാണ്. വേമ്പനാട്ട് കായൽ കഴിഞ്ഞാല് പിന്നെ ഏതാണ്? നമ്മുടെ അഷ്ടമുടിക്കായലാണ് രണ്ടാമത്തെ സ്ഥാനം. ഓക്കെ അല്ലേ? ഇനി കഠിനംകുളം കായലും വേളിക്കായലും എവിടെയാണ്? കഠിനംകുളം കായലും വേളിക്കായലും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ള കായലാണ് കഠിനംകുളം കായലും അതുപോലെ തന്നെ വേളിക്കായലും. കഠിനംകുളവും വേളിക്കായലും തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആ തിരുവനന്തപുരത്തെ 5 തെങ്ങ് കായൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുത് കഠിനംകുളമാണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ള 2 കായലുകളാണ് ഏതൊക്കെയാണ്? കഠിനംകുളം കായലും വേളി കായലും. അപ്പോ ചോദ്യം, കല്ലടയാറ് പതിക്കുന്ന കായൽ ഏതാണ് എന്നാണ്. അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലിന്റെ പ്രത്യേകത എന്താണ്? വിസ്തൃതിയിൽ രണ്ടാമത്തെ, വേമ്പനാട്ട് കായൽ കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം ആർക്കാണ്? അഷ്ടമുടിക്കായലിനാണ്. അത് മാത്രല്ല, പെരുമൺ ദുരന്തം നടന്ന കായലാണ് അഷ്ടമുടിക്കായല്. പനയോലയുടെ ആകൃതിയാണ് അഷ്ടമുടിക്കായലിന്റെ ആകൃതി ഏതാണ്? പനയോലയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മേൽമണ്ണിൽ നിന്ന്
നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരുറകൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംരക്ഷിക്കപ്പെടുന്ന നീരുറകളെ എന്തു പറയുന്നു? നീരുറകളാണ് അക്യൂഫറുകൾ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അക്യൂഫറുകൾ അല്ലെ? ഏതാണ്? അക്യൂഫറുകൾ. ജലപീഠം എന്താണ്? ജലപീഠങ്ങൾ എന്ന് പറഞ്ഞാൽ ശിലകളിലെ കല്ലിൻ പാറകളിലേക്ക് ചെറിയ സൂക്ഷ്മ അറകൾ ഉണ്ടാവുമല്ലോ, അതിൽ നിറഞ്ഞിരിക്കുന്ന ജലമാണ്, അല്ലെങ്കിൽ ആ ഭാഗമാണ് ജലപീഠം എന്നറിയപ്പെടുന്നത്. ഗീസറുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂവൽക്കത്തിലെ മുകളിലായിട്ട് പ്രക്ഷുബ്ധമായി കാണപ്പെടുന്ന നീരാവിയോടൊപ്പം അല്ലെങ്കിൽ നീരാവി കലർന്ന ജലത്തിന്റെ ഉറവകളെയാണ് നമ്മൾ ഗീസറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംരക്ഷിക്കുന്ന ആ നീരുറകളെയാണ് അക്യൂഫറുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏതു കാലവുമായി ബന്ധപ്പെട്ടതാണ്? പശ്ചിമ അസ്വസ്ഥത ഇത് ഇന്ത്യയിലെ ഏത് കാലം? ശൈത്യകാലമാണോ, ഉഷ്ണകാലമാണോ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണോ, അതോ വടക്കു കിഴക്കൻ മൺസൂൺ ആണോ? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? പശ്ചിമ അസ്വസ്ഥത ഏതാണ്? ശൈത്യകാലത്തെയാണ്. ശൈത്യകാലം അല്ലെ? നല്ല തണുപ്പുള്ള കാലഘട്ടമാണ് ശൈത്യകാലം അല്ലെ? ആ ശൈത്യ കാലഘട്ടമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പശ്ചിമ അസ്വസ്ഥത, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം ബന്ധപ്പെട്ടിരിക്കുന്നത് ശൈത്യ കാലത്തിലാണ് അല്ലെ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എപ്പോഴാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അല്ലെ? ഇടവപ്പാതിയില് ആദ്യം നമ്മുടെ കേരള തീരത്താണ് ഈ ഒരു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് വെച്ചാൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. മൺസൂണിന്റെ പിൻവാങ്ങലാണ് വടക്കു കിഴക്കൻ മൺസൂണ് അല്ലെ? മൺസൂണിന്റെ പിൻവാങ്ങലിനെയാണ് നമ്മൾ വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏതാണ്? ഇതിലെ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനപരമായിട്ട് രൂപം കൊള്ളുന്ന ശില ഏതാണ് ആ ശില? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആഗ്നേയ ശില അല്ലെ? ശിലകളെ നമുക്ക് പ്രധാനമായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? ആഗ്നേയ ശില, അവസാദ ശില, അതുപോലെ തന്നെ കായാന്തരിത ശില. മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ഏത് ശില? ആഗ്നേയ ശില അല്ലെ? മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ഏത്? ആഗ്നേയ ശില എന്ന് പറയുന്നത്. അതേ സമയത്ത് അവസാദ ശില എന്താണ്? നിക്ഷേപ അപരദന പ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്ന ശിലയാണ് അവസാദ ശില എന്ന് അറിയപ്പെടുന്നത്. കായാന്തരിത ശിലയോ മർദ്ദത്തിന്റെയും താപത്തിന്റെയും വ്യത്യാസം കൊണ്ട് ദ്രവ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ശിലയാണ് കായാന്തരിത ശില എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയ ശിലയാണ് ട്ടോ. ആഗ്നേയ ശിലയാണ്, ഏറ്റവും വലിയ ശിലയാണ് ആഗ്നേയ ശില. മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില ഏതാണെന്ന് ചോദിച്ചാലും അതും എന്ത് തന്നെയാണ്? അതും ആഗ്നേയ ശില തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റും. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെൽ ഡൺ. ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ? നോക്കൂ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവിളയാണ് ഏത്? നെല്ല് എന്ന് പറയുന്നത് അല്ലെ? നെല്ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള. എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അത് ചൈനയാണ്. ഓക്കെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരിയാഹാരം ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ആരാണ്? അതും ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ 2ാം സ്ഥാനമാണ് നമുക്കുള്ളത്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് ചോദിച്ചാൽ അതെന്താണ് ആൻസർ പറയേണ്ടത്? അത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയില്
ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന എക്കൽ മണ്ണ്, നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യം. മാത്രമല്ല അമിതമായിട്ടുള്ള താപവും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ഇതെല്ലാം നെൽകൃഷിയെ ഏറ്റവും നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിളയായി തന്നെ ഇന്ത്യയിൽ പരിഗണിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. കിട്ടിയല്ലോ, പശ്ചിമ ബംഗാളാണ്. ഇനി കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം, നമ്മുടെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കട്ടക്കിലാണ് അല്ലെ, ഒഡീഷയിലെ കട്ടക്കിലാണ്. ഇനിയോ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രമാണെങ്കിലോ അത് ഫിലിപ്പീൻസിലെ മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ അത് മനിലയിലാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ അത് ഒഡീഷയിലെ കട്ടക്കിലാണ്. ഓക്കെ, ഇനി എന്താണ് ഉത്തർപ്രദേശ്? ആന്ധ്രാപ്രദേശ് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നു ആന്ധ്രാപ്രദേശ്. പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു ഏത്? ഉത്തർപ്രദേശ്. ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, COP26 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? COP 26 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. COP 26 ഏത് വർഷമാണ് നടന്നത്? ഏത് വർഷമാണ് നടന്നത്? COP 26 2021 കേട്ടോ. COP 26 2021 എവിടെയാണ് COP 26 നടന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. UK നടന്നത്. UK നടന്നത്. 2024 COP 29 വേദി അസർബൈജാൻ ആയിരുന്നു. 2025 COP 30 വേദി ബ്രസീലാണ്, ബെലേമാണ്. ബ്രസീലിലെ ബെലേമാണ് കേട്ടോ. അപ്പൊ 2024 അസർബൈജാൻ എന്നോർക്കുക. 2024 അസർബൈജാൻ ആണ്. അപ്പൊ 29ാമത്തെ COP 29 ആണ്. 2025 COP 30 ആണ്. അതെവിടെയാണ്? ബ്രസീലിലാണ്. ബ്രസീലിലെ ബെലേമിലാണ് ഈ ഒരു COP 26 UN കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ കാലാവസ്ഥ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, അപ്പൊ 2021 UK വെച്ചിട്ടായിരുന്നു, 24 അസർബൈജാൻ ആയിരുന്നു, 25 ബ്രസീലിലാണ്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണേ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് അല്ലെ. നമ്മുടെ കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ തരംതിരിക്കാൻ പറ്റും? മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടനാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടനാട്? എവിടെയാണ്? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മലനാടിനും തീരപ്രദേശത്തിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഇടനാട്. പേര് പറയുന്ന പോലെ തന്നെ ഡീറ്റെയിലാണ് അല്ലെ. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഏത്? ഇടനാട് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സുന്ദർബൻ ഡെൽറ്റയെ കുറിച്ചുള്ള ചോദ്യമാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ളത്? ഏതാണ് ശരി? വേഗം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് വായിക്കൂ. ഏതാണ് സുന്ദർബൻ ഡെൽറ്റയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ. അതായത് ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ, സുന്ദരവനം ഡെൽറ്റകള്. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊള്ളുന്നതാണ് ഏത്? സുന്ദരവനം ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, അടുത്തത്, കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കേരളത്തിലെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? ഏതാണ് സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല? ഏതാണ്? കൊല്ലമാണോ, കോഴിക്കോടാണോ, തിരുവനന്തപുരമാണോ? ഏതാണ് ശരി ഉത്തരം? കാസർഗോഡാണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. കാസർഗോഡാണ് കേരളത്തിലെ
ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ? ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന വിവരമാണ് കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം.